നിരവധിയായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് അയാളെ വളരെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് അൻവർ ഇട്ടത് ഇതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അവസരവാദപരമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ മത്സരിക്കുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്യുന്നത്. ആ മുഹമ്മദ് റിയാസിനെതിരായും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരായും പിണറായി കുടുംബമാണെന്ന പേര് പറഞ്ഞുകൊണ്ട് അതിശക്തിയായിട്ട് എതിർക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഞങ്ങളെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. പുതിയ മാധ്യമ പ്രവർത്തകർക്ക് ചിലപ്പോൾ അത്രത്തോളം മനസ്സിലായോ എന്ന് പറയാൻ സാധിക്കില്ല. കേരളത്തിൽ ഭരണത്തിൽ വരുന്ന മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആർക്കെതിരായിട്ടാണ് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടക്കാതിരുന്നത്? EMS മുതൽ. ലോകചരിത്രത്തിലാദ്യമായിട്ട് ഒരു ഗവൺമെൻറ് പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വന്ന സ്ഥലമാണ് കേരളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ. ആ EMSനെതിരായിട്ട് പറയാൻ അന്നൊന്നും ഒരു പുലഭ്യവും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്കെതിരായിട്ടും ഇതേപോലെ തന്നെയുള്ള പ്രചരണമാണ് നടത്തിയത്. 67 ഗവൺമെൻറ് വന്നപ്പോഴും 57 ഗവൺമെൻറ് കഴിഞ്ഞ് പിന്നീടാണല്ലോ 67 ഗവൺമെൻറ് വരുന്നത്. 67 ഗവൺമെൻറ് വന്നപ്പോഴും സഖാവ് EMSനെതിരായിട്ട് എത്ര കടുത്ത അക്രമമാണ് മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ നടത്തിയത്. അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി സഖാവ് CH കണാരനായിരുന്നു. CH കണാരനെ ഇനി എന്തെങ്കിലും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടോ? എന്തെല്ലാം അസഭ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് സഖാവ് നായനാർ വന്നു. നായനാർ വന്നപ്പോൾ നായനാർക്കെതിരായിട്ട്, അന്നത്തെ പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ട്, അന്ന് പിണറായി വിജയൻ സെക്രട്ടറി ആയിരുന്നു, പിണറായിക്കെതിരായിട്ട്, VS വന്നപ്പോൾ VSനെതിരായിട്ട്, അന്നത്തെ പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ട്, ഇങ്ങനെ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി നേതൃത്വത്തിനും പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന നേതാക്കൾക്കുമെതിരായി നിരവധിയായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ബൂർഷ്വാ പാർട്ടികളും അതുപോലെ തന്നെ പ്രസ് മാത്രമല്ല ഇപ്പോഴും മാധ്യമങ്ങളാകെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. AKGക്കെതിരായിട്ട് AKGയെ പറ്റി പറഞ്ഞത്, AKG രോഗമായി കിടക്കുമ്പോൾ എന്തേ ഗോപാല കാലം വന്ന് വിളിച്ചിട്ടും എന്തേ ഗോപാല പോകാതെ എന്നായിരുന്നില്ലേ മുദ്രാവാക്യം. AKGയെക്കാളും വലിയ ജനകീയ നേതാവ് കേരളത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ആരും ഉണ്ടായിരുന്നില്ല ഇന്നേ വരെ. ആ AKGയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കോടിയേരി ജീവിച്ചിരിക്കുമ്പോഴും കോടിയേരിക്കെതിരായിട്ട് അതിശക്തിയായിട്ടുള്ള വിമർശനങ്ങളും അതിശക്തിയായിട്ടുള്ള കടന്നാക്രമവുമാണ് കേരളത്തിൽ നടത്തിയത്. ഇപ്പോൾ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല ഉണ്ടാവുക. എന്നെ സംബന്ധിച്ച് പറഞ്ഞത് ഞാൻ ചങ്ങലക്കെട്ടുകൾക്കിടയിലാണ് എന്നാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായി പ്രത്യേകിച്ച് അതിൻ്റെ സംസ്ഥാന സെൻട്രലൊക്കെ പ്രവർത്തിക്കുന്ന സഖാക്കൾക്കെതിരായി ഇങ്ങനെയുള്ള ആരോപണം വരാതിരുന്നാലാണ് അത്ഭുതപ്പെടേണ്ടത്. EMS പറയുന്നത് പോലെ മനോരമ തുടങ്ങിയിട്ടുള്ള മനോരമാദി മാധ്യമങ്ങൾ എനിക്കെതിരായിട്ട് എതിരായിട്ട് പറയുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അനുകൂലമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ ആലോചിക്കണം എന്തോ ഒരു പെശക് സംഭവിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു പെശക് സംഭവിച്ചിട്ടില്ല. ശരിയായ ദിശാബോധത്തോടുകൂടി തന്നെ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള ശ്രമമാണ് പാർട്ടി നേതൃത്വമാകെ കൂട്ടായിട്ട്, ഒറ്റക്കൊറ്റക്കൊന്നുമല്ല പാർട്ടി നയിക്കുന്നത്, കൂട്ടായിട്ട് തന്നെയാണ്. ഇതിനിടെ പ്രസിദ്ധീകരിച്ച ഒരു നോവലുണ്ട്. ആ നോവല് പുതിയ രീതിയിൽ എഴുതപ്പെട്ട മഹാഭാരതത്തിൻ്റെ കഥകളെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ ഒരു നോവലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോന്ന് എനിക്ക് അറിയില്ല. നല്ല വായനക്കാരുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും. അത് ആത്രേയം എന്ന് പറയുന്ന പുസ്തകമാണ്. ആത്രേയം അത് എഴുതിയിട്ടുള്ളത് വളരെ പ്രശസ്തമായ ഒരു നോവൽ. ഇതിനു മുമ്പ് എഴുതിയിട്ടുള്ള കല്യാണിയും ദാക്ഷായണിയും എന്നു പേരുള്ള 2 സ്ത്രീകളുടെ കഥ 25ാമത്തെ എഡിഷനാണ്. ഇപ്പോൾ നല്ല വായനക്കാരുണ്ട് നടത്തും. അതിലൊരു കഥാപാത്രത്തെ പറ്റി പറയുന്നുണ്ട്. ഒരു ചില്ലി കമ്പാണെങ്കിൽ ചവിട്ടി അരക്കാം. മഹാഭാരതത്തിൻ്റെ കഥയുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഒരു കെട്ട് കമ്പ്, ചില്ലിക്കമ്പ് ചവിട്ടി അരക്കാനാവുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സവിശേഷത ഏതാണ്? ഒരാളല്ല, നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളല്ല, അതെല്ലാം കൂടിച്ചേർന്ന ഒരു പാർട്ടി നേതൃത്വവും പാർട്ടിയുമാണ്.
ദശലക്ഷക്കണക്കിന് മനുഷ്യർ ചേർന്നതാണ് ഈ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഒരു ദിവസം ഇങ്ങോട്ട് രൂപപ്പെട്ടു വന്നതല്ല. വലിയ ത്യാഗപൂർണ്ണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നതാണ് പാർട്ടിയും പ്രസ്ഥാനവുമെല്ലാം. അതിനെ തകർക്കുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് ആര് എന്ത് പ്രവർത്തനങ്ങൾ നടത്തിയാലും അതിനെ ഒന്നും ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങളുടെ സ്വാധീനം ഒരു ദിവസം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേടിയെടുത്തതല്ല. വർഗസമരങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും ജനങ്ങൾക്കൊപ്പം നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട ഗവൺമെൻറ്റുകളെ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് ഉപയോഗിച്ച് രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നമായി നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇന്ത്യയിൽ ഒരു ബദൽ സംവിധാനമാണ് കൈകാര്യം ചെയ്യുന്നത്. ആ ഗവൺമെൻറ്റിനെയും അതിൻ്റെ ഭാഗമായിട്ട് നേതൃത്വപരമായ പങ്കുവഹിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അൻവറെ പോലെ പലരും മുമ്പ് ശ്രമിച്ചിട്ടുണ്ട്. ഇനി ശ്രമിച്ചാലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന കാര്യം ഞാൻ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ഫോൺ ചോർച്ചത് ഉൾപ്പെടെയുള്ള പരിപാടികൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പ്രശ്നമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതെല്ലാം സ്വാഭാവികമായ പരിശോധനയ്ക്ക് വിധേയമാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് അൻവർ ഉന്നയിച്ച അവ പരിഹരിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത്, ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തുക എന്നതിൻ്റെ അപ്പുറത്ത് സതുദ്ദേശത്തോടു കൂടിയല്ല, മറിച്ച് വലതുപക്ഷ ശക്തികളും വലതുപക്ഷ മാധ്യമങ്ങളും നടത്തി കൊണ്ടിരിക്കുന്ന കടന്നാക്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം പൊതുവായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സ്ഥിതി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദീർഘമായ സമര പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. ആ നേതൃത്വത്തിനെതിരെ പാർട്ടി അനുഭവ പരിചയം പോലുമില്ലാതെ അൻവർ രംഗത്തിറങ്ങി പാർട്ടിയുടെ മൊത്തം പിന്തുണയുണ്ട് എന്ന് അവകാശപ്പെട്ട്, അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ അവകാശവാദം, ഞാനാണ് ഇനി ജനങ്ങൾക്കെല്ലാം വേണ്ടി പറയാൻ പോകുന്നത് എന്ന രീതിയിലാണ് അൻവറിൻ്റെ നിലപാടുകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർഗഭോജന പ്രസ്ഥാനങ്ങളുമായോ ജനങ്ങളുമായോ പാർട്ടിതല ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലാത്ത അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു കാര്യം സ്വാഭാവികമായിട്ടും പറയുന്നതിൽ പ്രയാസം ഉണ്ടാവില്ല. ഞാൻ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കും എന്നാണ് പറയുന്നത്. അദ്ദേഹം LDFിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി. അദ്ദേഹം തന്നെ പറഞ്ഞത്, ഞാനിനി പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ മധ്യത്തിലിരിക്കാൻ പോവുകയാണ്. LDFിൻ്റെ ഒപ്പവുമില്ല, UDFിൻ്റെ ഒപ്പവുമില്ല. അങ്ങനെയാണ് എല്ലാവരും പറയുക. LDFിൻ്റെ ഭാഗമായിട്ട് നിൽക്കാത്തവർ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അപ്പുറവും ഇപ്പുറവും ഇല്ല എന്നാണ്. പക്ഷേ അവസാനം എവിടെയാണ് എത്തുക എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അനുഭവവേദ്യമാണ്. അതുകൊണ്ട് അൻവർ ഇപ്പോഴും എടുത്ത സമീപനങ്ങളൊന്നും പാർട്ടി സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടടിസ്ഥാനപ്പെടുത്തിയിട്ടോ അംഗീകരിക്കാൻ സാധിക്കുന്ന നിലപാടല്ല. അതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമകരമായ ജോലി നമുക്ക് നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഇത് തിരിച്ചറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നതായിരുന്നു ഞങ്ങൾക്ക് മുമ്പിൽ വന്ന ഒരുപാട് ചോദ്യം. പരമാവധി അൻവറിനെ പോലെയുള്ള ഒരാളെ ഏതെങ്കിലും പക്ഷത്തിലേക്ക്, പക്ഷം ഏതാണെന്നൊന്നും പറയാൻ ഞാനിപ്പോൾ പറയുന്നില്ല, ഏതെങ്കിലും പക്ഷത്തിലേക്ക് തള്ളി മാറ്റുക എന്നുള്ളൊരു നിലപാട് ഞങ്ങളുടെ നിലപാടല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും താമസിച്ച് അദ്ദേഹം ഞാൻ LDF വിടുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം മാത്രമേ പാർട്ടി അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അദ്ദേഹം തന്നെ വിച്ഛേദിച്ചു പോയിരിക്കുന്നു എന്ന കാര്യം കൃത്യതയോടുകൂടി പറയാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ട സാജൻ സ്കറിയയുടെ നവമാധ്യമത്തിലൂടെ വലിയ കടന്നാക്രമമാണ് കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ട് മലയാളികൾക്കെതിരായിട്ട് നടത്തിക്കൊണ്ട്. ഞാനിത് നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. മറുനാടൻ മലയാളിയായ അദ്ദേഹത്തെ പൂട്ടിക്കണം എന്നാണ് അൻവർ ഇതേവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കത്തിൽ പറഞ്ഞ കാര്യവും അത് തന്നെയാണ്. പക്ഷേ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നതോടുകൂടി അല്ലെങ്കിൽ ഇന്നലത്തെ പത്രസമ്മേളനത്തോടുകൂടി ഒരു കാര്യം മനസ്സിലായി. ആരുടെ പ്രചരണ പ്രവർത്തനങ്ങളാണോ ശക്തിയായി എതിർത്ത് പരാജയപ്പെടുത്തണമെന്ന് അൻവർ പറഞ്ഞത്, അതേ മറുനാടൻ മലയാളി ചാനലിൻ്റെ ആരോപണങ്ങളാണ് ADGPയുടെ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത്
വിരോധാഭാസമാണെങ്കിലും സംഭവിച്ചത് അതാണ് നമ്മുടെ മുമ്പിലുള്ള സത്യം. വർഗീയ ശക്തികൾ